എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പായസമാണ് ഈ ഒരു പാൽവാഴക്ക പായസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽവാഴക്ക പായസമാണ്. പാൽവാഴക്ക എന്നാണ് പറയുന്നത്, പായസം ഒന്നും പറയൂല, പാൽവാഴക്ക എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് അധികം വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്കായിട്ട് സാബുനരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കൊരു ഒരു പഴത്തിന് ഹാഫ് പഴം ഇട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തേങ്ങയും പിന്നെ അതുപോലെ ജീരകം കൂടെ അരച്ചെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് പാല് കുറച്ച് തോന വയ്ക്കുന്നതാണ് കേട്ടോ ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ഈ ഒരു പായസം ഈ ഒരു പാൽവാഴക്ക തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് പാല് കുറച്ചുകൂടി വേണം തോന്നിയപ്പോൾ കുറച്ചുകൂടി പാല് ചേർത്തതാണ്. ഇനി ഇതിലേക്കായിട്ട് കുറച്ച് മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് കുറുക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു പാൽവാഴക്ക കുറുക്കി ആയിട്ട് കഴിക്കാനാട്ടോ എനിക്ക് അധികം ഇഷ്ടം. അങ്ങനെ കോരി കഴിക്കാനാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം ഒന്നുകൂടി പതിപ്പിച്ച് കൊടുക്കാം. ഇനി അതോടെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ്, അതുപോലെ റൈസിൻസും കാഷ്യും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പായസം ഈ ഒരു പാനിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ അത് കോരിയായിട്ട് ഇങ്ങനെ ഇളക്കണം. ഈ ഒരു നെയ്യിൽ വറുത്തപ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒന്ന് കഴിക്കാനുള്ള പണി മാത്രമേ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. നല്ല കുറുകി ഇപ്പോൾ ഏകദേശം കുറച്ച് ചൂടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.